വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. വിലസ്ഥിരതാ പദ്ധതിയിൽ റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച 8-ന് ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന റബ്ബർ കർഷക മാർച്ച് വിജയിപ്പിക്കുമെന്ന് നിലമ്പൂർ റീജിയണൽ ഫെഡറേഷൻ ഓഫ് RPSS ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിലക്കുറവിൽ കഷ്ടത അനുഭവിക്കുന്ന റബ്ബർ കർഷകരുടെ നിലനിൽപ്പിനു വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച വിലസ്ഥിരതാ പദ്ധതിയിൽ റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന ഇടതുപക്ഷ മുന്നണിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനം നടപ്പിലാക്കണമെന്നും ഇപ്പോൾ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന കേര പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും ഉൾപ്പെടുത്തണമെന്നും കേര പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നമ്പർ ബോർഡിൽ നിന്നും ലഭിച്ചുവരുന്ന റീപ്ലാന്റിംഗ് സബ്സിഡി നിർത്തലാക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ഉൽപാദന ചെലവ് പോലും ലഭിക്കാതെയുള്ള മാർക്കറ്റ് വിലയ്ക്ക് ഇനിമേൽ റബ്ബർ വിപണിയിൽ വിൽക്കില്ല എന്ന റബ്ബർ കർഷക കൂട്ടായ്മയുടെ തീരുമാനം പൊതുസമൂഹത്തെ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഒക്ടോബർ 8-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നത്. റബ്ബർ കർഷക സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് എബ്രഹാം വർഗീസ് കാപ്പിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ധർണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. വില തകർച്ചയില് നട്ടം തിരിയുന്ന റബ്ബർ കർഷകർ ഇന്നൊരു പ്രതിസന്ധിയിലാണ്. അവര് NCRPSന്റെ നേതൃത്വത്തിൽ, NCRPS എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റബ്ബർ ഉൽപാദക സംഘങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ വരുന്ന 8-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഉന്നയിക്കുന്ന പ്രധാന വിഷയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും രണ്ടു കൂട്ടരും പറഞ്ഞൊരു കാര്യമുണ്ട്. റബ്ബറിന് അവരധികാരത്തിൽ വന്നാൽ റബ്ബറിന് 250 രൂപയാകും. ഇടതുപക്ഷം പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് 250 ആക്കുമെന്നാണ്. അതിൽ 2 പ്രാവശ്യം ഒരു ഹൈക്ക് ഇടതുപക്ഷം തന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ വിലസ്ഥിരതാ ഫണ്ടിൽ ഒരു ഉയർച്ച വന്നിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതുതായി തുടങ്ങിയ കേര പദ്ധതിയുണ്ട്. കേര പദ്ധതി എന്ന് പറഞ്ഞാൽ തെങ്ങല്ല, തെങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ലോകബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് 175 കോടി രൂപ കടമെടുത്തുകൊണ്ട് 175 കോടി രൂപയുടെ കടമെടുത്തുകൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് 6 ജില്ലയിലേക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ജില്ല ഒഴിവാക്കി. എന്താണ് ഒഴിവാക്കിയെന്നുള്ളത് വിവരം അറിയില്ല. അപ്പോൾ എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിപ്പിക്കണമെന്നുള്ളതും അത് കർഷകരുമായിട്ട് ചർച്ച ചെയ്ത് നല്ല രീതിയിൽ നടപ്പാക്കണമെന്നാണ്. അതായത് ഇപ്പോഴവർ പറയുന്നത് പുനർകൃഷി, അതായത് റബ്ബർ വെട്ടി മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യുന്നതിന് 75,000 രൂപയുടെ സബ്സിഡി നൽകൂ എന്നുള്ളതാണ്. നല്ല കാര്യമാണ്. അത് നൽകുന്നതിന് വലിയ ബൃഹത്തായ പദ്ധതിയായിട്ടാണ് അവർ നടക്കുന്നത്. അത് ഈ 75,000 രൂപ സബ്സിഡി ലഭിക്കുമ്പോൾ റബ്ബർ ബോർഡിൽ നിന്ന് ലഭിക്കുന്ന 40,000 നഷ്ടപ്പെടുമോ എന്ന് ഒരു സംശയം. കാരണം അങ്ങനെയാണ് പതിവ്. 2 സബ്സിഡി നൽകുകയില്ല. വാർത്താസമ്മേളനത്തിൽ NCRPS ദേശീയ പ്രസിഡന്റ് എബ്രഹാം വർഗീസ്, TP ഗോപാലകൃഷ്ണൻ, KV വിജയൻ, വർഗീസ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ.